ചെറുപുഴ JUP സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ധ്യാൻ സന്തോഷിന്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി രൂപീകരിച്ചു. പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ മംഗലാപുരം മുള്ളേഴ്സ് ആശുപത്രിയിൽ ICUവിലാണ് ധ്യാൻ. കുട്ടിയുടെ കുടുംബത്തിന് ഭാരിച്ച ചികിത്സാ ചെലവ് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും സ്കൂൾ PTA പ്രതിനിധികളും പങ്കെടുത്ത യോഗത്തിൽ ധ്യാൻ സന്തോഷ് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്ന് അവർ നാട്ടുള്ള ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ചാൽ മതിയെന്നവർ മുടക്കിയെന്ന് നാട്ടുള്ള ആശുപത്രിയിൽ വന്നപ്പോൾ നമ്മളൊന്നുണ്ടാവില്ല എന്ന് പറയുന്നതുകൊണ്ട് അതൊന്നുള്ള ശ്രദ്ധിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയാണോ കൃത്യമാണോ എന്ന് അറിയില്ല. ഞാൻ കിട്ടിയതാണ്. എന്തായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ തന്നെ താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. നമ്മൾ ശേഷം ചെറുപുഴ പഞ്ചായത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളുള്ള പഞ്ചായത്ത്. ഭാഗത്തൊക്കെ തന്നെ വളരെ ആഴത്തിലുള്ള പൊള്ളലാണ്. അപ്പോൾ പാല് കുറച്ച് നമ്മൾ വെള്ളം വെക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ പൊള്ളലേൽക്കും. അപ്പോൾ ആഴത്ത് ഇറങ്ങിക്കഴിഞ്ഞ് ഇതിലേക്കൂടി ഇങ്ങനെ വന്ന് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ആണ് ഉണ്ടായത് മിനിഞ്ഞാന്ന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടി നഴ്സിംഗ് പഠിച്ചുകൊണ്ട് കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇവിടെയും ഒരു തുളച്ച അതൊക്കെ മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് തുളച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ശരീരത്തിൽ ഈ ഭാഗം മാത്രമേ കുറച്ച് ബ്ലഡ് എടുക്കാനുള്ളൂ. അത് ആ ഭാഗം തന്നെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ നീല നിറത്തിലാകുന്നതുകൊണ്ട് ഇപ്പോൾ കഴുത്തിന് ഇതിൽ കൂടിയാണ് ബ്ലഡ് കയറ്റുന്നതും ഇറക്കുന്നതെല്ലാം എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചെയർമാനും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M ബാലകൃഷ്ണൻ വർക്കിംഗ് ചെയർമാനും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദാമോദരൻ മാസ്റ്റർ കൺവീനറുമായ കമ്മിറ്റിയാണ് പ്രവർത്തനം നടത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റെഫർ ചെയ്തു. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ അതിനുള്ള ചികിത്സ സൗകര്യം ഇല്ലയെന്ന് പറഞ്ഞാണ് ഇപ്പം റീസെൻ്റ്ലി ഇപ്പോൾ ഫാദർമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ 2 ആഴ്ച ആകുമ്പോൾ ടോട്ടൽ മീൻസ് എന്താ പറയുക 2 ആഴ്ചയല്ല, കഴിഞ്ഞ സൺഡേ ആയിരുന്നു. ഇപ്പം ICUലാണ്. ഇനി 2 ആഴ്ച കൂടെ എന്തായാലും ICU തന്നെ വേണമെന്നാണ് പറഞ്ഞത്. കൊളാജൻ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞൊരു ഡ്രസ്സിങ്ങാണ് അവരുടെ മേത്ത് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് ഡ്രെയിൻ ഡ്രസ്സിംഗ് ആണ്. കാരണം അത് ഇൻഫെക്ഷൻ ആവുന്നുണ്ട്, ഓൾറെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഈ ഒരു ഏരിയ ഫുള്ളായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ അബ്ഡമൻ ഫുള്ളും വന്നിട്ടുണ്ട്. മുമ്പിലുള്ള പ്ലേസും പിന്നെ 4 എക്സ്ട്രിമിറ്റീസും ഫുള്ളും ഇത് ബേണായിട്ടാണുള്ളത്. പിന്നെ ആണെങ്കിൽ അവന് യൂറിൻ പോകാൻ വേണ്ടിയിട്ട് പോളിസ് കാറ്റൽ എന്ന് പറഞ്ഞൊരു ലൈൻസ് ഉണ്ട് യൂറിൻ പോകാൻ വേണ്ടി. അത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇടുമ്പോഴും യൂറിൻ മര്യാദയ്ക്ക് പോകുന്നില്ല. കാരണം വെച്ചാൽ അവന് പെൻസിൻ്റെ ആ ഒരു ടിപ്പിലായിട്ട് അവന് അവിടെ ബേൺ പറ്റിയതുകൊണ്ട് മര്യാദയ്ക്ക് അവന് യൂറിൻ പോകുന്നില്ല. പിന്നെ ആണെങ്കിൽ ബാക്കി ക്യാനുള്ള മീൻസ് ഇഞ്ചക്ഷൻ പോകാൻ വേണ്ടിയിട്ട് അവന് സൈറ്റ് ഇല്ല, കയ്യിലൊന്നും സ്പേസ് ഇല്ല. അപ്പോൾ ആകെ ഉണ്ടായിരുന്നത് ലെഫ്റ്റ് കയ്യിൽ ഒരു ഇത്രയായിട്ട് ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുഞ്ഞായതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് മെഡിസിൻ കൊടുക്കുവാനും അതുപോലെ സാമ്പിൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് സ്പേസ് പറ്റില്ലാത്തതും ബ്ലഡ് കട്ട പിടിക്കുന്ന ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് അത് ലൈൻസ് മാറ്റി ഇപ്പം ഇവിടെ ആയിട്ട് CVP എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറാണ്, സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിലേക്കൂടെയാണ് ഇപ്പോൾ കുഞ്ഞിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് അനക്കാനും എടുക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഇൻഫെക്ഷൻ കൂടി ഇപ്പോൾ 2 ദിവസമായി. ഇന്നലെ രാത്രി തൊട്ട് അവന് വോമിറ്റിങ്ങും പിന്നെ ഡയറി ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. പിന്നെ ആണെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ICUവിലുള്ളത് കൊണ്ട് തന്നെ ICU സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലോട്ട് അവൻ പോകുന്നുണ്ട് ഇപ്പം. കാരണം വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ICUവിൽ തന്നെ ആകുമ്പോൾ അവൻ കുഞ്ഞിൻ്റെ അവസ്ഥ അതുകൊണ്ട് മീൻസ് വെളിയിലോട്ട് അവനെ ഇറക്കാൻ പറ്റില്ല, ജെല്ലൊന്നും തുറന്ന് കാണിക്കാൻ പറ്റില്ല, കാരണം ഇൻഫെക്ഷൻ ആവുന്നുണ്ട്. അപ്പോൾ ICU സൈക്കോസിസ് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് അവൻ പോകുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ റെഡിയാണോ? മലയോര മേഖലയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂമായ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു സമ്മാന പെരുമഴ. ഏപ്രിൽ 1 മുതൽ മെയ് 15 വരെ പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ദിവസേനയുള്ള നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഈ ഉത്സവ സീസൺ ആഘോഷിക്കൂ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം. ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.